ശ്രമിക്കുന്നുണ്ട് സാർ. ശരി സാർ. മോർണിംഗ്. ഓക്കെ സാർ ഇന്നലെ ചോദിച്ച ഫയൽ. മോളുടെ അസുഖം മാറിയല്ലേ? ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? ഏത് മോള്? റാണി മോള്. എപ്പോ കണ്ടു? ഇപ്പോ ഞാനിപ്പോ സംസാരിച്ചല്ലേ, ആ മിസ്സിന്റെ കൂടെയാ പോയത്. അവിടെ ഏതോ ഫംഗ്ഷനാന്ന് തോന്നുന്നു, ആനിവേഴ്സറി എന്തോ. ഹലോ ശാലിനി, ഞാനാണ്. മോളെ അവൻ സ്കൂളിൽ വിട്ടോ? വിട്ടു. ശരി, ഇതൊരു നല്ല ചാൻസാണ്. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ക്രോസ് റോഡിൽ കാത്തു നിൽക്കും. നീ എങ്ങനെയെങ്കിലും അവന്റെ കണ്ണു വെട്ടിച്ച് പുറത്തു ചാടണം. ബാക്കിയാരെ ഞാൻ ഏറ്റു. വേഗം വരണം. ഓക്കെ? മോളെ ഡാഡി വന്നല്ലോ. കറക്റ്റ് ടൈമിനാണല്ലോ മിസ്റ്റർ ശ്രീകുമാർ വന്നത്. താങ്ക് യു വെരി മച്ച്. ചതിക്കാനായിരുന്നു ഭാവം അല്ലേ? എന്റെ ചമം കാണാനുള്ള മോഹം അത്രയ്ക്കുണ്ടെങ്കിൽ അധികാരം നീ കാത്തിരിക്കേണ്ടി വരില്ല. കൊല്ലുന്നതിന്റെ ബഹുമതി നിന്റെ ഭർത്താവിനെ എന്നെ കിട്ടുകയും ചെയ്യും. അതിനുള്ള സന്ദർഭം ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. പക്ഷേ എന്റെ ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം. അതിനു മുമ്പ് എന്നെ തടുക്കാൻ ശ്രമിച്ചാൽ ഡോണ്ട് ഫർഗെറ്റ്, മൈ ഹാർട്ട് ഈസ് മേഡ് ഓഫ് സ്റ്റോൺസ്. റാണിമോളോടെ? റാണിമോൾ ഇവിടെ ഉണ്ട്. ദയവേത് നിങ്ങൾ എന്നോട് മത്സരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളോട് എതിർക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്നെ സഹായിക്കാനായിരിക്കും. അല്ല, സഹായം തേടി വന്നവൻ. ഇതെന്താ സത്രമാണോ? നിന്നെ സഹായിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നീ എന്റെ മുമ്പിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. അല്പം കൂടി സമയം എനിക്ക് ആവശ്യമുണ്ട്. അങ്കിൾ പാവ മേടിച്ചോ? ഇല്ല മോളെ, പിന്നെ വാങ്ങിത്തരാം.
കൊലപാതകയാവുന്നത് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടോ കാമുകന്റെ ശവം കാണാനുള്ള കരുത്തില്ലാഞ്ഞിട്ടോ? ശ്രീയേട്ടാ, മതിയുടെ ഈ നാടകം. ചേട്ടൻ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേടി, നിന്നെ കുറിച്ച് ഇത്ര നാൾ ധരിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. Will you please keep your bloody mouth shut? This is strictly a man and wife business, where the man doesn't like to encourage a third party interference. കാമുകന് സംസാരിക്കാൻ സമയം തരും. അതുവരെ ഭർത്താവെന്ന ലൈസൻസിന്റെ പ്രിവിലേജ് ഞാൻ അനുഭവിച്ചോട്ടെ. സത്യം പറയടി, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഈ വേഷം കെട്ടലൊക്കെ? ശ്രീയേട്ടാ, ഭർത്താവിന്റെ ലൈസൻസിൽ ഭാര്യയെ തല്ലാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ കാമുകിയുടെ മുഖത്തെ വേദന കാണുമ്പോ സ്നേഹമുള്ള കാമുകന് സഹിക്കാൻ കഴിയുമെന്ന് വരില്ല. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് യു ആർ ഓണസ്റ്റ്. അനാവശ്യം പറയരുത്. പ്രവർത്തിക്കാം മലയാള റാസ്കൽ. നിനക്ക് വേണ്ട എന്റെ ഭാര്യ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ മാത്രം വിട്ടു കിട്ടിയാൽ മതി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഐ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഇനിയും കൂടുതലൊന്നും അറിയണമെന്നില്ല. അതിനുള്ള ശക്തിയും എനിക്കില്ല. ശ്രീയേട്ടാ, പ്ലീസ്. Sharp, you dirty bitch! ഇനി അടിക്കരുത്. രവി, ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. ദയവ് ഇവിടെ ഒന്ന് പോകൂ, പ്ലീസ്. കൊള്ളാം. വെരി ഡ്യൂട്ടിഫുൾ വൈഫ്. ഏതായാലും കാമുകന്റെ മുന്നിൽ ഒരു സ്ഥാനം തന്നതിന് നന്ദി. ശാലിനി, ഇത്രയധികം മുഖംമൂടികൾ വലിച്ചു മാറ്റിയിട്ട് വേണം നിന്റെ ശരിയായ മുഖമെന്ന് കാണാനെന്ന് ഞാൻ കരുതിയില്ല. കണക്കുകൂട്ടലുകൾ തെറ്റാം. ബട്ട് there is a limit for everything. You have crossed it. ഇത് കുടിച്ചാൽ എത്ര നേരം കൊണ്ട് ഞാൻ മരിക്കും? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആ വിളി കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ഇതിൽ 2 ബുള്ളറ്റ്സ് ഉണ്ട്. എന്നെയും കൊന്ന് മോളെയും കൊന്ന് നീ വേണമെങ്കിൽ അവന്റെ കൂടെ പൊയ്ക്കോ. ആത്മഹത്യാന്ന് ഞാൻ എഴുതിത്തരാം. ഞാൻ ശ്രീകുമാറാണ്. ഞാൻ എപ്പോ വിളിച്ചാലും റെഡി ആയിരിക്കണം. ഓക്കെ? ശ്രീയേട്ടാ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്പസമയം തരണം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസസ് ഓർ എക്സ്പ്ലനേഷൻസ്. ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് മനസ്സിലാക്കി തരേണ്ടത്? മനസ്സിലാകത്തോളം മതി. കൂടുതലൊന്നും മനസ്സിലാക്കാതിരിക്കാനും അതേപ്പറ്റി ആലോചിക്കാതിരിക്കാനും ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാം. പ്ലീസ് ശ്രീയേട്ടാ, ഒരു നിമിഷം. ഒരു നിമിഷം? നിമിഷങ്ങളും മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്നു നിന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ. അന്നൊന്നും നിനക്ക് സമയമുണ്ടായില്ല. ഓ, നീ അഴിഞ്ഞാടിയൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീയേട്ടാ. ഇല്ല, എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. യു ആർ ടു ലേറ്റ്. എന്റെ കഴുത്തിൽ ശ്രീയേട്ടൻ കെട്ടി ഈ താലിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു. Stop it. നീ അതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രീയേട്ടൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. വരട്ടാതെ മോളെ, വരട്ടാതെ. കുറച്ചാൾ മുമ്പായിരുന്നെങ്കിൽ നിന്റെ ഈ പടവെല്ലാം ഞാൻ വിശ്വസിച്ചു പോയനെ. ആത്മഹത്യ ചെയ്യാനുള്ള ആഗ്രഹവും നിനക്കില്ല, അതിനുള്ള ധൈര്യവും നിനക്കില്ലെന്ന് എനിക്കറിയാം. ഉണ്ട്. എന്റെ ശവം കാണുമ്പോഴെങ്കിലും ഏട്ടനത് വിശ്വാസം വരും. ശ്രീയേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ അത് കഴിഞ്ഞെങ്കിലും ഏട്ടൻ വിശ്വസിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ശരി, നിനക്ക് മരിക്കാനുള്ളതിലേറെ ബുള്ളറ്റ്സ് ഇതിലുണ്ട്. Come on, do it in front of me.
ആ